ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈഫാസ് വേൾഡ് ആർജി. ഇന്നത്തെ വീഡിയോ ഒരു വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ പറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഏതൊരു തരം ഫുഡ് കൊടുക്കുമ്പോഴും 2 തവണ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 10 കാര്യങ്ങൾ ഇതിലൂടെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഒന്നാമതായി പറയാനുള്ളത് പഞ്ചസാരയെ പറ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും നല്ലതല്ലാത്ത ഒന്നാണ് പഞ്ചസാര. ഒരു വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ പഞ്ചസാര കുട്ടികൾക്ക് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എത്രത്തോളം വൈകി കൊടുക്കുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കുട്ടികളുടെ പല്ല് കേടാവാനും കുട്ടികൾ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാതെ നിൽക്കാനും കാരണമാകുന്നു. പഞ്ചസാര നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ടാമതായി പറയാനുള്ളത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിൽ കഫീൻ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് ഒട്ടും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഒരു വയസ്സ് കഴിഞ്ഞാലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമാക്കുന്നത് നല്ലതല്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, തൂക്കക്കുറവ് ഇതൊക്കെ കൊണ്ടാണ് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ചോക്ലേറ്റ് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് പശുവിൻ പാല് അഥവാ ആട്ടിൻ പാല്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിന് മുൻപ് പശുവിൻ പാലോ ആട്ടിൻ പാലോ കൊടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ദഹനം നടക്കില്ല. പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. അലർജിക്കും കിഡ്നി പ്രോബ്ലംസ് എന്നിങ്ങനെ പല അസുഖങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പശുവിൻ പാൽ അഥവാ ആട്ടിൻ പാല് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് അഥവാ ബ്രസ്റ്റ് മിൽക്ക് മാത്രം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായി പറഞ്ഞു വരുന്നത് തേനാണ്. ഹണി. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വരുന്നുണ്ട് തേൻ ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ തേൻ ചെന്നാൽ പല അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. കുഞ്ഞുങ്ങളുടെ മസിൽസ് വികസിക്കാതിരിക്കാനും അതിൻ്റെ വളർച്ച കുറവിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വയസ്സിന് മുമ്പ് നിങ്ങൾ കഴിയുന്നതും തേൻ കൊടുക്കാതിരിക്കുക. അഞ്ചാമതായി പറയാനുള്ളത് കോഴിമുട്ടയാണ്. അതിൻ്റെ വൈറ്റ് നിങ്ങൾ ഒരിക്കലും ഒരു വയസ്സിന് മുൻപ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. എഗ് വൈറ്റ് നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഒരു വയസ്സിന് മുന്നേ നിങ്ങളത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഗ് വൈറ്റ് കൊടുക്കാതിരിക്കുക. അലർജി ഉണ്ടാക്കാൻ മറ്റൊന്നാണ് ചെമ്മീൻ അഥവാ ഞണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിന് മുൻപ് ചെമ്മീൻ അഥവാ ഞണ്ട് നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒരു വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏഴാമതായി പറയുന്നത് ഉപ്പാണ്. ഉപ്പ് അധികവും കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അഥവാ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഇനി കൊടുക്കാതിരിക്കുന്നതും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പിൻ്റെ അളവ് കഴിയുന്നതും കുറയ്ക്കുന്നതാണ് ഒരു വയസ്സിന് മുൻപ് നല്ലത്. എട്ടാമതായി നിങ്ങളോട് പറയാനുള്ളത് ഫ്രൂട്ട് ജ്യൂസസ്. പുറത്തുനിന്ന് വാങ്ങുന്ന ജ്യൂസസ് നിങ്ങൾ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് വളരെ കുഞ്ഞുങ്ങൾക്ക് ദോഷകരമായ ഒന്നാണ് ഫ്രൂട്ട് ജ്യൂസസ്. അഥവാ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും നല്ലത് ഇതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിന് മുൻപ് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാണ് ഫ്രൂട്ട് ജ്യൂസസ്. അടുത്തതായി പറഞ്ഞു വരുന്നത് വേവിക്കാത്ത പച്ചക്കറികൾ. വേവിക്കാത്ത പച്ചക്കറികൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും കൊടുക്കുന്നത് നല്ലതല്ല. അതിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അഥവാ കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വേവിച്ച് പ്യൂരിയായോ അല്ലെങ്കിൽ കറിയിൽ നിന്ന് എടുത്തത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേവിക്കാത്ത പച്ചക്കറികൾ ഒരു വയസ്സിന് മുൻപ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അവസാനമായി പറയാനുള്ളത് ചായ അഥവാ കോഫി. ഇതൊന്നും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു വയസ്സിന് മുൻപ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബിസ്ക്കറ്റും. കഴിയുന്നതും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിയുന്നതും നിങ്ങൾ ഹോം മെയ്ഡ് ഫുഡ് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.